ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വീട്ടിലേക്ക് തിരികെ പോകാൻ നിൽക്കുന്ന ഹരീഷിനെയും ശ്രീലക്ഷ്മിയുമാണ്. അതേസമയം അങ്ങോട്ടേക്ക് പ്രിയ വരികയും അവരോട് എവിടെ പോകുന്നെന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാ ചേച്ചി. ഈ അവസ്ഥയിൽ എന്താണെങ്കിലും അമ്മ വീട്ടിൽ കയറ്റുമെന്ന് തോന്നുന്നില്ല. കയറി താമസിക്കാനോട്ട് ഞങ്ങൾ തയ്യാറുമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാധമ്മയും വേണുവും ഹാളിലേക്ക് വരികയാണ്. അല്ല, നിങ്ങളിത് എവിടെ പോവുകയാണെന്ന് രാധമ്മ ചോദിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണെന്ന് ഹരീഷ് പറയുന്നു. അങ്ങനെ പോകാൻ വരട്ടെ എന്ന് രാധമ്മ പറയുമ്പോൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല രാധമ്മയെന്ന് ഹരീഷ് പറയുന്നു. ഇത് കേൾക്കുന്ന ശ്രീലക്ഷ്മി പറയുകയാണ്, ഇപ്പോൾ ഇവിടെ വലിയ വലിയ ആൾക്കാരല്ലേ താമസിക്കുന്നത്, രാജകുമാരിയും രാജകുമാരനും മന്ത്രിയും മന്ത്രിയുടെ ബന്ധുക്കളുമെല്ലാം. ഇത് കേൾക്കുന്ന വേണു പരിഹാസത്തോടെ പറയുകയാണ്, ശുപാർശ കത്ത് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ മേടിച്ചു തരാം. എന്റെ കുഞ്ഞിന് ഈ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോഴേക്കും ആ നശിച്ചവൻ അങ്ങനെയൊക്കെ തന്നെ ചെയ്തു തീർത്തു. എനിക്കെന്താണെങ്കിലും ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ യാതൊരുവിധ ഉത്കണ്ഠയുമില്ല. ഇവൻ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ തന്നെയാ. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന ഋതിക പറയുകയാണ്, ശ്രീലക്ഷ്മി എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് കരുതിയല്ല ഞാൻ രാജുവുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. എന്തുണ്ടെങ്കിലും എന്നോട് ക്ഷമിക്കണം, പിണങ്ങി പോകരുതെന്ന് ഋതിക പറയുമ്പോൾ, മാറി നിൽക്കടി, നീ ഉള്ളിടത്തോളം കാലം ഞാൻ ഇനി എന്താണെങ്കിലും ഈ വീട്ടിലേക്ക് വരാനേ പോകുന്നില്ലെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് ശ്രീലക്ഷ്മി. വെല്ലുവിളിയാണെന്ന് തന്നെ കരുതിക്കോ, എന്റെ അനിയത്തിയുടെ കണ്ണീരിന് ഞാൻ പകരം ചോദിച്ചിരിക്കുമെന്ന് ഹരീഷ് ദേഷ്യത്തോട് പറയുന്നു. അത്രയും പറഞ്ഞ് അവർ പോകാനൊരുങ്ങുമ്പോൾ രാജു പറയുകയാണ്, നിൽക്ക്, വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നിന്റെ പെങ്ങളുടെ കണ്ണീരിന് നീ പകരം വീട്ടാൻ പോകുന്നത് എന്റെ പെങ്ങളുടെ കണ്ണീര് കൊണ്ടാകരുത്. നിന്നെ വെച്ചേക്കില്ല ഞാനെന്ന് താക്കീത് നൽകുകയാണ് രാജു. അങ്ങനെ ശ്രീലക്ഷ്മി ഹരീഷും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ദേഷ്യത്തോടെ ഋതികയെ നോക്കുകയാണ് രാധമ്മ. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. സരസ്വതി തമ്പുരാട്ടിയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ദീപക്കും അംബികയും. അതേസമയം ശേഖരനും യാമിനിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഏട്ടൻ പോയോ ചേച്ചിയെന്ന് ശേഖരൻ ചോദിക്കുമ്പോൾ ഇതുവരെ ഞാൻ കണ്ടില്ലെന്നും എന്താ കാര്യമെന്നും അംബിക ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന യാമിനി പറയുകയാണ്, അത് പിന്നെ രാജുവിനെ ഋതികനെയും ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്ന കാര്യം ഡിസ്കസ് ചെയ്യാനായിരുന്നു. അതേസമയം പ്രതാപൻ താഴേക്ക് വരികയാണ്. തുടർന്ന് പ്രതാപനോട് യാമിനി ഇക്കാര്യം പറയുമ്പോൾ അമ്മയോട് ആലോചിച്ചായിരുന്നോ എന്ന് പ്രതാപൻ ചോദിക്കുന്നു. അത് പിന്നെ ഏട്ടനോട് ചോദിച്ചിട്ടാകാമെന്ന് കരുതിയെന്ന് യാമിനി പറയുമ്പോൾ പ്രതാപൻ അംബികയുടെ അഭിപ്രായം ചോദിക്കുകയാണ്. അതിപ്പോ ആചാരപ്രകാരമല്ലല്ലോ ഈ വിവാഹം നടന്നത്. മുഹൂർത്ത സമയമായപ്പോൾ കറക്റ്റ് വരൻ കയറി വരികയും കല്യാണം കഴിഞ്ഞ് വധുവിനെ കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. അല്ലാതെ വരന്റെ ബന്ധുക്കളൊന്നും തന്നെ ഇവിടെ വന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു ആചാരപ്രകാരം നടന്ന വിവാഹമാണെന്നൊന്നും പറയാൻ പോലും സാധിക്കില്ല. എന്നാ പിന്നെ ശേഖര, അവർക്ക് സമയവും സൗകര്യവും ഉള്ളപ്പോൾ അവർ തന്നെ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അംബിക പറയുകയാണ്, അവൾ കുറെ ദിവസം അവിടെ കിടന്ന് നരകിക്കട്ടെ, നിവർത്തി കിടുമ്പോഴേ അവള് തന്നെ ഇങ്ങോട്ടേക്ക് വന്നോളും. ഇത് കേൾക്കുന്ന ദീപക്കിനും സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. ആഹാരം കഴിക്കാനായി രാജു ഋതികയും അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും കൊച്ചുമണി അവരെ പിടിച്ച് കസേരയിലേക്ക് ഇരുത്തുകയാണ്. ഇത് കാണുന്ന രാധമ്മ ദേഷ്യത്തോടെ എഴുന്നേറ്റ് മാറി നിൽക്കുന്നു. അങ്ങനെ ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്ത് വേണുവും അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് രാധമ്മയും വേണുവും കൂടി ശ്രീലക്ഷ്മിയുടെ രമ്യയുടെയും കാര്യം പറഞ്ഞുകൊണ്ട് വഴക്കിടുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് വേണുവും ഋതികയും രാജുവും ഒന്നും കഴിക്കാതെ തന്നെ എഴുന്നേറ്റ് പോകും. കൊച്ചുമണി ദേഷ്യത്തോടെ രാധമ്മയോട് ചോദിക്കുകയാണ്, എന്റെ രാധമ്മേ, നിന്റെ കുടുംബം നീ തന്നെയാ തകർക്കുന്നത്. നീ ആ രമ്യയുടെ കയ്യിൽ നിന്നും എത്ര രൂപ വാങ്ങിയിട്ടുണ്ട്? അത് കൊടുക്കാൻ പറ്റാത്തതിന് വേണ്ടിയല്ലേ നീ നിന്റെ മകനെ തന്നെ ഇപ്പോൾ വിൽക്കാൻ ശ്രമിച്ചത്? ഇത് കേൾക്കുന്ന പ്രിയ കൊച്ചമ്മണിക്ക് നേരെ ചാടിക്കൊണ്ട് ചെല്ലുകയാണ്. തുടർന്ന് ജയൻ കൊച്ചമ്മനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. എന്റെ അമ്മേ, നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെങ്കിലേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. എന്നാ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പ്ലേറ്റ് മാറ്റിയേക്കാമെന്ന് കൊച്ചമ്മണിയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രമ്യയുടെ വീടാണ്. രാജുവിന്റെ ഋതികയുടെ വിവാഹത്തിനെ കുറിച്ചുള്ള വാർത്ത ടി വിയിൽ കാണുമ്പോൾ സമനില തെറ്റിയവരെ പോലെ എല്ലാ സാധനങ്ങളും ദൂരേക്ക് വലിച്ചെറിയുകയാണ് രമ്യ. പിന്നീട് കാണിക്കുന്നത് രാജു വേണുവിനെയും രാധമ്മയും പുറത്തേക്ക് വിളിക്കുന്നതാണ്. ഞാൻ ജോലിക്ക് പോവുകയാണെന്ന് രാജു പറയുമ്പോൾ, അവിടെ നീ മരുമകനായിട്ട് വേണം കയറി ചെല്ലാൻ, അല്ലാതെ ജോലിക്കാരനായിട്ടില്ലെന്ന് കൊച്ചമ്മണി പറയുന്നു. അതിനെ ഇവനെ ഗവൺമെന്റ് സെർവന്റാ, മന്ത്രിയുടെ പി എന്ന് പറയുന്നത് ചെറിയ പോസ്റ്റ് ഒന്നുമല്ലെന്ന് വേണു പറയുമ്പോൾ, എന്നിട്ടെന്താ മന്ത്രിയുടെ മോളെ നീ കൊണ്ടുപോകുന്നില്ലേ എന്ന് പരിഹാസത്തോട് ചോദിക്കുകയാണ് രാധമ്മ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.